കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നുവല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം, വീഞ്ഞു കുടിക്കുമ്പോൾ ഒരു ഒരു മത്ത് പിടിക്കും നമുക്ക്, അല്ലേ? നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. അതിനാൽ എന്തുണ്ടാകും? അതിനാൽ ദുർനടപ്പുണ്ടാകുമെന്നാണ് അവൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും മദ്യപിക്കുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മദ്യപാനം നിർത്തുക. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. നോക്കിയേ, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നുവല്ലോ. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ വീഞ്ഞു കുടിച്ച മത്തനാകുന്ന ഒരു വ്യക്തി ദുർനടപ്പിലേക്കാണ് പോകുന്നത്. എന്നാൽ നല്ല നടപ്പിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഇതാണ്: നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായിരിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ആത്മാ നിറവ് നാം പ്രാപിക്കുക എന്നുള്ളതാണ്. ആമേൻ. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആമേൻ. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഉണ്ട്. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ആ ആത്മാവ്, ആമേൻ, ആത്മാവിനാൽ നാം നിറയപ്പെടുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ചു മത്തരാകാതെ ആത്മാവ് നിറഞ്ഞവരായി ഒരു വലിയ ആത്മനിറവിലേക്ക് കർത്താവ് നമ്മളെ ഈ സീസണിൽ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകം അതിൻ്റെ വളരെ മോശപ്പെട്ട തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, വളരെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൾച്ചറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നടുവിൽ നാം ജീവിക്കണമെങ്കിൽ, ഒരു ദൈവവേദന ജീവിക്കാൻ കഴിയണമെങ്കിൽ അവൻ ആത്മനിറവിൽ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ആത്മനിറവിന് വേണ്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ആത്മനിറവിന് വേണ്ടി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്: കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കുമെന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ആത്മനിറവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തിരിക്കണം. ഞാനൊരു നിറവിലേക്ക് വരണം. നാം പല ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പ്രൈസ് ഗോഡ്. നിങ്ങളിൽ പലരും പഠിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, പല രീതികളിൽ തിരക്കുള്ളവരായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം കാത്തിരിക്കണം. എന്തിനു വേണ്ടി? ഒരു ആത്മനിറവിന് വേണ്ടി. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്, 120 പേരോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. 10-ാം നാൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവർ വലിയ നിറവുണ്ടാകുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അവർ സുവിശേഷം പറയുകയും വീണ്ടും അവർ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവരാജ്യത്തെ അവരിൽ കൂടെ ദൈവാത്മാവ് പ്രസിദ്ധമാക്കി. പ്രൈസ് ഗോഡ്. എങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രിയരെ, ഒരു ആത്മനിറവിന് വേണ്ടി നാം കാത്തിരിക്കുക എന്നുള്ളതാണ്. പല തിരക്കുകൾ നമ്മൾക്കുണ്ടായിരിക്കാം, എന്നാൽ ആ തിരക്കുകൾ മാറ്റിവെച്ച് നാം ഒരു ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കർത്താവ് തനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും എപ്പോൾ ഒരു ഇടവേള കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, താൻ ശുശ്രൂഷയുടെ ഇടയിൽ തനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ആ സമയത്തൊക്കെ താൻ പ്രാർത്ഥനയ്ക്കായി മാറി ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ യേശുക്രിസ്തു നമുക്കതൊരു മാതൃകയായിട്ട് വെച്ചിട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ തിരക്കുകൾ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ നടുവിലും ദൈവസന്നിധിയിൽ മാറി ഇരിക്കുവാൻ ഒരു ദൈവ പൈതൽ എപ്പോഴും അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, ആമേൻ, ആത്മാവ് നിറഞ്ഞവരായിരിക്കുക. ഒന്ന് പറഞ്ഞേ, ആത്മാവ് നിറഞ്ഞവരായിരിക്കുക. പ്രൈസ് ഗോഡ്. ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞ് അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത്, ഹല്ലേലൂയ, അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ച് പാട്ടുകൾ പാടി സങ്കീർത്തനങ്ങൾ പാടി, ആമേൻ, ഹാലൽ, തമ്മിൽ പഠിപ്പിച്ചും. ഹല്ലേലൂയ. എന്താ പഠിപ്പിക്കുന്നത്? ദൈവം നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ദൈവവേദനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്, അവൻ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നന്ദി ഉള്ളവനായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, ആമേൻ, ആമേൻ, ആത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായിരിക്കുക, എപ്പോഴും ആത്മനിറവിന് വേണ്ടി ആഗ്രഹിക്കുക. ആമേൻ. നാം എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറ് എംറ്റിയാണ്. ആമേൻ. ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കും, നമ്മുടെ വയറിനെ ഫില്ല് ചെയ്യാൻ, നമുക്കൊരു എനർജിക്ക് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം നമുക്ക് എപ്പോഴാണ് നമ്മൾ എംറ്റി ആകുന്നത്, ഒരു ഡീഹൈഡ്രേഷൻ ആ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം അതിനുള്ള സിംറ്റംസ് കാണിക്കും വെള്ളം കുടിക്കാനുള്ളത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ പോയി വെള്ളം കുടിക്കും. ആമേൻ. അതുപോലെ തന്നെ ആമേൻ, ഒരു ദൈവ പൈതൽ, ആമേൻ, ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട, വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവേദന എപ്പോഴും ഒരു ആത്മനിറവ് അവന് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. പല ദൈവമക്കളും പറയാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ക്ഷീണമാണ്, മടുപ്പാണ്, ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ആൻസൈറ്റികൾ, ഡിപ്രഷനുകൾ ഉണ്ടാകുന്നു, നാളെക്കുറിച്ച് ഞങ്ങൾക്ക് വിചാരമാണ്, വളരെ ടെൻഷനാണ്. എന്തുകൊണ്ടാണ്? പ്രൈസ് ഗോഡ്. ഒരു സുഖമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആത്മനിറവിലേക്ക് വരുന്നില്ല. ആമേൻ. നമ്മുടെ ആത്മമണ്ഡലം എംറ്റി ആയി കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതിനെ നിറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആ ആത്മാവിന്റെ ദാഹം ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക, വചനത്താല്, ആമേൻ, ഹല്ലേലൂയ, ആരാധനയാല്, ആമേൻ, സ്തോത്രത്താല്, ആമേൻ, ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മളിലേക്ക് കർത്താവ് നിറവ് പകരുക തന്നെ ചെയ്യും. ഇന്ന് പകലിലും നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വലിയൊരു ആത്മപകർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആള് മാറിയവനെ പോലെ പുറത്തു വരും. നിങ്ങളൊരു അത്ഭുതമായി തീരും, നിങ്ങളൊരു അതിശയമായി തീരും. നിങ്ങളുടെ പട്ടണത്തിൽ, ദേശത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ചർച്ചക്കാരുടെ നടുവിൽ നിങ്ങളൊരു മിറക്കിളായി മാറും. കാരണം യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ, ആമേൻ, യേശുവിൻ്റെ, ആമേൻ, പൊട്ടൻഷ്യൽ നിങ്ങളിൽ കൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. യേശുവിൻ്റെ ക്യാരക്ടർ നിങ്ങളിൽ കൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. യേശുവിൻ്റെ, ആമേൻ, ഹല്ലേലൂയ, അധികാരം നിങ്ങളിൽ കൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, വലിയൊരു ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളിൽ വലിയൊരു ആത്മനിറവ് ഉണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ ഒരു വലിയ ആത്മനിറവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. കർത്താവെ, അങ്ങയുടെ മഹത്വം അങ്ങയുടെ ജനത്തിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തേജസ്സിനാൽ അവർ പിടിക്കപ്പെടട്ടെ, നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വലിയ നിറവുണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുകയാണ്. ശരീരത്തിലുള്ള ചില മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു. ചില ക്യാൻസറസ് സെല്ലുകൾ ഇപ്പോൾ ഹീലാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.